എനിക്ക് തന്നിരിക്കുന്നത് പ്രഹ്ലാദ സ്തുതിയിലെ 23 മുതൽ ബാക്കിയുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് ഇങ്ങനെ കിടക്കാൻ പോകുന്നു. ഇവിടെ നല്ലൊരു സ്തുതിയൊക്കെ കേട്ട് എല്ലാവരും സ്തുതിച്ചിരിക്കുകയാണ്. അപ്പൊ പ്രഹ്ലാദൻ അക്ഷരമല്ലോ. ദൃഷ്ടാമയാവിഭോഗിലകിഷ്യവാനാം ആയുസ്ത്രിയോ വിഭവയിച്ചതിയാസനയോയം ഞാൻ കാണപ്പെട്ടു. ഇവിടെ തന്നെ ഈ ഇവിടെ ദിവിയിലെ ദേവന്മാരും ബ്രഹ്മാവും എല്ലാവരും അവരുടെ ഐശ്വര്യവും ആയുസ്സും എല്ലാം ആണ്. ആൾക്കാർ സാധാരണ ജനങ്ങൾ അതാണ് എല്ലാവർക്കും സ്വർഗ്ഗലോകത്തിൽ പോകണം, അവരെ പോലെ ആയുസ്സും സ്ത്രീയും ഒക്കെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ഞാൻ എൻ്റെ അതെന്റെ അച്ഛൻ്റെ ഒരു ഉരുകക്കുടിയുടെ അനക്കം കൊണ്ട് അവരൊക്കെ നശിച്ചായിട്ട് ഞാൻ കണ്ടു. അങ്ങനെയുള്ള ആ അച്ഛനെ ഉരുക്രമാന ഭഗവാൻ ആ കാലം കൊണ്ട് അതിനൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനൊക്കെ എന്താ ഇത്രയിരിക്കുന്ന ഇത്രയ്ക്കും അവർക്ക് എല്ലാവരും ആ സ്വർഗ്ഗത്തിൽ അവരുടെ ആയുസ്സും ഐശ്വര്യം ആരോഗ്യം ഇങ്ങനെ. അതുകൊണ്ടാണ് ദേവന്മാരുടെ ഹിരണ്യകശിപുവിനെ പേടിച്ചിരുന്നു. ആ ഹിരണ്യകശിപുവിനെ ഭഗവാനായിട്ട് നശിപ്പിക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ ശക്തി? ഭഗവാനല്ലേ. അപ്പൊ എല്ലാവരും അതല്ലേ ആഗ്രഹിക്കണേ. അപ്പൊ ഞാനും അതാണ് ആഗ്രഹിക്കണേ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു തസ്മാദമോതനമൃതാമഹമാശിശോജ്ഞ ആയുശ്രീരം വിഭവമൈന്ദ്രിയമാതുലിംഗ നേജാമിതേവിരുദാനൊരു വിക്രമേണ കാലാത്മനോപനയമാം നിഗഭിത്യവാക്ഷം. അതുകൊണ്ട് എന്തായി ഇവരുടെ ഈ തന്ത്രാണെങ്കിൽ എല്ലാവരും ദേഹം എടുത്തതാണ്. അവരുടെ ഞാൻ അറിയുന്ന ആളല്ല, ഞാൻ എല്ലാവരും അറിയുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ഈ ദേഹം എടുത്തവരുടെ ആശിഷൊന്നും എനിക്ക് വേണ്ട. അവർക്ക് എന്താണ്, അവരുടെ ഇന്ദ്രിയം കൊണ്ടാണ് അവർക്ക് ചെയ്യുന്നത്. ഇന്ദ്രിയത്തിന്റെ സുഖമാണ് അവർക്ക് ചെയ്യുന്നത്, ഇന്ദ്രിയം കൊണ്ടാണ്. അത് ബ്രഹ്മാവ് മുതൽ എല്ലാവർക്കും ഇന്ദ്രിയം കൊണ്ടാണ് ചെയ്യുന്നത്, ഇന്ദ്രിയങ്ങളുടെ സുഖമാണ് ആക്കുന്നത്. അപ്പൊ അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് അതൊക്കെ ഭഗവാന്റെ ഗുരുക്രമനായ കാലാത്മനായ ഭഗവാൻ കൊണ്ട് അതൊക്കെ നശിപ്പിച്ചു കളയാണ്. അപ്പൊ ഈ ഇന്ദ്രിയമുള്ളവർക്കെല്ലാം അവരുടെ ആശിഷൊക്കെ എനിക്കെന്തിനാ? അതൊന്നും വേണ്ട. എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് അങ്ങയുടെ വൃത്യനാവാനുള്ള അനുഗ്രഹം തന്നാൽ മതി, എനിക്ക് അതിലേക്ക് കേൾക്കാൻ മതി എന്ന് പറയുന്നു. പുത്രാശിഷുതാമൃഗതിഷ്ണിരൂപ പേദം കളേവരമശേഷവിജാം വിരോഹഃ നിർവിദ്യതേന വിജനോ യദമീതി വിദ്വാൻ കാമാനനം മതിലവേഷമയന്തുരാഗാദിഹി. ഈ കേൾക്കുന്നത് സുഖം എങ്ങനെയാണ്? കേൾക്കുന്നതിന്റെ സുഖം എങ്ങനെയാണ്? ആശിഷനെ എവിടെയാണെങ്കിൽ നമുക്ക് ഒരു മരുഭൂമിയിൽ പോകുമ്പോൾ കുറെ ദൂരം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ തോന്നുന്നു അവിടെ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളത് പോകുമ്പോൾ അവിടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് സാധിക്കുമോ? അത് കിട്ടാൻ അത് കുടിക്കാനൊന്നും കൊള്ളില്ല. അതൊന്നും അതുപോലെ. അതേപോലെയാണ് ഈ ശ്രുതി മറ്റുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ സുഖമൊക്കെ. അതൊക്കെ കുറച്ചു നേരം ഈ ജന്മത്തിൽ തന്നെ അതിനൊരു സുഖമില്ല. അത് കുറച്ചു നേരം കാണും, അത് കഴിഞ്ഞാൽ അതിനൊന്നും ഒരു സുഖമൊന്നും കിട്ടുന്നില്ല. അങ്ങനെയുള്ളതാണ്. പിന്നെ നമ്മളത് എന്തുകൊണ്ടാണ് അനുഭവിക്കുന്നത്? നമ്മൾ ഈ ദേഹം കൊണ്ട്. ദേഹം എന്താണ്? ദേഹത്തിന്റെ അശേഷ കളയവരം അശേഷമില്ലാൻ വിരോഹം. എല്ലാ രോഗത്തിന്റെയും ഉൽപ്പത്തി സ്ഥാനമാണ് ഈ ദേഹം. ആ ദേഹത്തിന്റെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇതിന് മുഴുവൻ സൂക്കേടായിട്ടാണ് ഇരിക്കണതാണ്. അപ്പൊ അതിനൊന്നല്ല അനുഭവിച്ചിട്ട് കണ്ടോ? അപ്പൊ അതൊന്നും എനിക്ക് വേണ്ട. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും വിദ്യാമാനം ഇതൊക്കെ അറിയുന്നുണ്ട്. ഈ കാമൊക്കെ അറിയുന്നുണ്ട്. ഇതൊക്കെ നശിച്ചാണ് ഇവർ അറിയുന്നുണ്ട്. എന്നാലും അവർ പിന്നെ അതിന്റെ പിന്നിലേക്ക് പോകുന്നുണ്ടല്ലോ എന്ന് പറയാം. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നെയ്യൊഴിച്ച് നമ്മുടെ അഗ്നിയെ കെടുക്കാനായിട്ട് പോകാൻ പറ്റുമോ? സാധിക്കുമോ? അപ്പൊ അതെന്താ ഒന്നുകൂടി കൂടുതലായിട്ട് സത്യമേ ഉള്ളൂ. അതിനെ നശിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. അതേപോലെയാണ് ഈ സുഖങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അതിലേക്ക് പോകാനേ പറ്റുള്ളൂ. അതൊന്നും ഒരിക്കലും നശിക്കില്ല. അപ്പൊ അതിനുള്ള വിരക്തിയാണ് നമുക്ക് വേണ്ടത്. അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. ബ്രഹ്മണോ നതു ഭവസ്ജന വൈരമായ എന്മേ അർപ്പിതം ശിരസി പത്മകരപ്രസാദ. ഞാനെന്താണ് രജോ ഗുണമുള്ളവരും തമോ ഗുണമുള്ള ഒരുത്തനാണ്. ഞാൻ എന്ത് കൊടുത്തു? സുരേതര കൊടുത്തത് അസുരകുലത്തിലാണ് ഞാൻ ജനിച്ചത്. അങ്ങനെ എനിക്കെന്താ പ്രഭാവം? ഞാൻ അങ്ങനെ അസുരകുലത്തിൽ ജനിച്ചാണ്. പക്ഷെ തവാനുകമ്പ അങ്ങയുടെ കൽക്കമ്പ എവിടെയായിരിക്കണേ നോക്കുക. അത് ബ്രഹ്മാവിനോ ശിവനോ
ലക്ഷ്മി ദേവി പോലും കിട്ടാത്ത ഒരു അനുഗ്രഹമാണ് ഭഗവാൻ എൻ്റെ കയ്യിൽ ഭഗവാന്റെ ആ പത്മകരം വെച്ച് എന്നെ അനുഗ്രഹിച്ചത്. അത് അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു അനുഗ്രഹമാണ്. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം എത്രയുണ്ട്. ഞാൻ എന്തോ ഒരു അസുരകുലത്തിലാണ് ജനിച്ചത്, എന്നിട്ട് പോലും എനിക്ക് ഭഗവാൻ എന്നെ ഇത്ര അനുഗ്രഹിക്കുന്നത് വളരെ സുഖമുള്ള കാര്യമാണ് എന്ന് പറയുന്നത്. നൈഷാപരാവരിമതിർഭവതോനനുഷ്യ ജന്തോരതാത്മസുഹൃത്തോ ജഗതസ്തദാവി സംസേവയാസുരതരോരിവ തേ പ്രസാദഃ ദേവാനുരൂപമയോ ന പരാവരത്വം. ഭഗവാൻ സ്വന്തം മറ്റേ വേറെ അന്യരുതെന്നുള്ളൊരു വിചാരമൊന്നും ഭഗവാനില്ല. അതെങ്ങനെയാ വരുവാന്? ഭഗവാൻ എല്ലാവരുടെ ആത്മസുഹൃത്താണ്, ജഗത്തിന്റെ ആത്മസുഹൃത്താണ്. അത് മറ്റുള്ള ജന്തുക്കളെ പോലെ ഭഗവാനെ എന്തെങ്കിലും എൻ്റെ ആള് മറ്റേത് വേറെ ആള് ശത്രുവാണെന്നുള്ള വിചാരമൊന്നും വന്നില്ല. ഇതെങ്ങനെയാ തന്നെ നമ്മൾ ഈ കൽപ്പവൃക്ഷം പോലെ, കൽപ്പവൃക്ഷത്തിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചോദിച്ചാൽ അത് തരും, അങ്ങനെയല്ലേ? അപ്പൊ നമ്മളെ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ സേവിക്കണേ, അതനുസരിച്ചാണ് നമുക്ക് ബലം തരുന്നത്. അല്ലാണ്ട് ഭഗവാന് വേറെ. അപ്പൊ നമ്മൾ നല്ല കാര്യം ചെയ്താൽ നമുക്ക് നല്ല ബലം കിട്ടും. അസുരകുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ടല്ല, പ്രഹ്ലാദൻ നല്ല കാര്യം ചെയ്തപ്പോൾ പ്രഹ്ലാദൻ അതിനനുസരിച്ചുള്ള അനുഗ്രഹം കൊടുക്കും. അപ്പൊ നമ്മൾ കൽപ്പവൃക്ഷത്തിന്റെ അടുത്ത് പോയാൽ നമ്മൾ എന്താ ചോദിക്കുന്നത് അതേ തരുള്ളൂ, അല്ലാണ്ട് നമുക്ക് ഹിതമായിട്ടൊന്നും തരില്ല. അപ്പൊ അതേപോലെയാണ് ഭഗവാൻ എല്ലാവരും പ്രവർത്തിക്കണേ, അല്ലാണ്ട് ഭഗവാന് ഉച്ചനീചത്വമൊന്നും ഇല്ല. പിന്നെ ഞാൻ എന്താ എല്ലാവരും സംസാരമാണ് ആദ്യം. പാമ്പിന്റെ കിണറ്റിലേക്ക് വന്ന് എല്ലാവരും വീണോണ്ടിരിക്കുക. അങ്ങനെയുള്ള ഇതിലാണ് ഞാൻ ജനിച്ചത്. അങ്ങനെ എല്ലാവരും അതിന് പോയിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ അനുഗ്രഹം ഉണ്ടായ ആ നാരദ അനുഗ്രഹം കൊണ്ട് ഞാൻ ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചു. അപ്പൊ ഇത് എനിക്ക് എന്ത് വേണം? ഭഗവാന്റെ വൃത്തിനാണ് നാരദ വൃത്തി. അപ്പൊ അങ്ങനത്തെ ഒരു വൃത്തിനെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇത്രയും കിട്ടിയതാണ്. അത് കാരണം ഭഗവാനാന്റെ വൃത്യന്മാരെ സേവിക്കാനുള്ള എനിക്ക് അനുഗ്രഹം തന്നാൽ മതി എന്ന് പറയുകയാണ്. പിന്നെ നാരദന്റെ വാക്കിനെ സത്യമാക്കാനായിട്ട് വേണ്ടിയാണ് എന്നെ കൊല്ലാമെന്ന അച്ഛനെ കൊണ്ടല്ല ഭഗവാൻ ആ രൂപമെടുത്ത് വന്ന് രക്ഷിച്ചതെന്ന് പറയാം. അതിന് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഭഗവാൻ ആ നാരദന്റെ വാക്യത്തെ സത്യമാക്കാൻ വേണ്ടിയിട്ടാണ്. ഏകസ്ത്വമേവ ജഗദേക നമുഷ്യയന്തം ആദ്യന്തയോ മൃതനമസ്യതി മധ്യദശ്ച സൃഷ്ടാഗുണബലികരം ദിനമായേകം ജ്ഞാനേവ തൈരവസ്ഥിത തദനുപ്രവിഷ്ടഃ. ഈ ലോകം അങ്ങ് തന്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഈ ലോകത്തിന്റെ ആദ്യത്തിലും അന്ത്യയിലും അങ്ങ് മാത്രം വേറെ ആയിട്ട് കാണപ്പെട്ടിട്ടുണ്ടത്. അപ്പൊ സൃഷ്ടിക്ക് മുമ്പും ഭഗവാനെ ഉണ്ടായിരുന്നു, സൃഷ്ടി കഴിഞ്ഞ ലയാങ്ങളും ഭഗവാൻ മാത്രമേ ഉള്ളൂ. അത് കാരണം ആ മധ്യത്തിലും ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് അല്ലാണ്ട് ഒരു കാരണം ആദ്യം മധ്യത്തിൽ ഇല്ലാണ്ടിരിക്കില്ല. ആദ്യമുണ്ട്, അവസാനമുണ്ട്. അപ്പൊ അതിന് മധ്യത ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ മധ്യത്തിലും ഭഗവാനാണ് തന്നെയാണ് ഉണ്ടായിരുന്നു വിചാരിക്കുന്നത്. അതാണ് ലോകത്തിന്റെ കാരണഭൂതനും അവധിഭൂതനും അങ്ങേ ഇരിക്കുകയാണ്. അപ്പൊ മധ്യത്തിൽ അങ്ങേനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെയേ ഉള്ളൂ. നമുക്ക് എന്തുകൊണ്ടാണ് തോന്നണേ? ഭഗവാൻ ആ മായയുടെ കൂട്ടി വിളിച്ചിട്ട് സാധാരണ ഈ ഗുണം നമുക്ക് സത്യം രജം ഗുണം എന്നൊക്കെ തോന്നുന്നത്. ഇതിനെ സൃഷ്ടിച്ചിട്ട് ഭഗവാൻ തന്നെ അതിൽ പ്രവേശിച്ചിട്ട് സത്വരൂപ ഗുണങ്ങളെ സ്വീകരിച്ചിട്ട് വെവ്വേറെയാണെന്ന് തോന്നിക്കുകയാണ്. ഞാൻ വേറെ മറ്റേത് വേറെ ഭഗവാൻ തന്നെ അതിൽ ഭഗവാൻ തന്നെ മായയെ കൊണ്ട് അതൊക്കെ സൃഷ്ടിക്കുകയും ചെയ്തു. അതിൽ ഭഗവാൻ തന്നെ പ്രവേശിച്ചിട്ട് അത് വേറെ ഇത് വേറെ, ഞാൻ വേറെ, മൃഗങ്ങൾ വേറെ, വൃക്ഷങ്ങൾ വേറെ എന്നൊക്കെ തോന്നിപ്പിക്കുകയാണെന്ന് പറയാം. പിന്നെ ഭഗവാൻ അത് കഴിഞ്ഞ്
തസ്യൈവ ദേവവൃതം നിജകാലശക്ത്യ സഞ്ജോതിത പ്രവിധർമ്മണ ആത്മകൂലം അംബരനന്ദസേന വിരമത്സമാദേ നാഭേരപുരുഷഗാവണമന്മഹാബ്ജം. അത് കഴിഞ്ഞ് എല്ലാവരും ഈ ലോകത്തിലിരിക്കുമ്പോൾ ആ ഭഗവാനാണ് ഭഗവാൻ ലോകനിദ്രയിൽ ഇരിക്കുമ്പോൾ ഭഗവാന് കാലശക്തി ഉണർത്തപ്പെട്ടപ്പോൾ അതുകൊണ്ട് ഭഗവാൻ അതിൽ നിന്ന് ഉണർന്ന് ആ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവായിട്ട് ജനിച്ചിട്ട് ഒരു വലിയ വൃക്ഷ പത്മമായിട്ട് വന്നു തീർന്നല്ലോ. അത് അങ്ങനെ ഉപാദാന കാരണമാകുന്നു എന്ന് പറയുന്നത്. ആ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ആ വിരാട് രൂപം കണ്ട അതിനെ ബ്രഹ്മാവ് എങ്ങനെയാ കണ്ടത് അതിനെ അന്വേഷിച്ചു പോവാണ്. പിന്നെ അവശ്യമാന ഗാംഭീര്യമാർദ്ദനിതം സൗകര്യവിചന്ദ്രഃ നാവിദ്ദസപ്തശതമംസു നിബഞ്ജമാനോ രാധാന്തുരേ കഥമുഖോപരവേദബീജം. അദ്ദേഹം ഇങ്ങനെ ബ്രഹ്മാവ് അതിൽ നിന്ന് എടുത്തപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായില്ല ഞാൻ എവിടെയാണ് എന്നൊക്കെ. എനിക്ക് അതിൻ്റെ ആധാരം എന്താണെന്ന് കാണാൻ സാധിക്കുന്നില്ല. ഞാനൊരു മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അതിലൊരു പത്മം മാത്രമാണ് അതിൽ ഞാനിരിക്കുന്നു. അതിലെങ്ങനെയാണ് കാണാം? അത് ഞാൻ ആരാന്ന് മനസ്സിലായില്ല. അദ്ദേഹം ഒരുപാട് കാലം അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇറങ്ങിപ്പോയി നോക്കി, ഞാൻ ആരാന്ന് മനസ്സിലാക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ് തിരിച്ച് അതാണ് ആത്മത്തിലേക്ക് തിരിച്ചു വന്ന് പത്മത്തിൽ വന്നിരുന്ന് ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഭഗവാനെ ഇതിൽ കാണുന്നത്, അത് മനസ്സിലാകുന്നത്. അതെങ്ങനെയാണ് കാണുന്നത്? കർമ്മശാസ്ത്രത്തിൽ നമോസ്തനന്ദായ സഹസ്രമൂർത്തേ സഹസ്രപാദാക്ഷി ശിരോരുപാദവേ സഹസ്രനാമേ പുരുഷായ ശാശ്വതേ സഹസ്രകോടീകധാരിണേ നമഃ. 1000 തല, 1000 പാദങ്ങൾ, 1000 കൈകാലുകൾ, 1000 അങ്ങനെയുള്ള സഹസ്രനാമത്തെയാണ് ഭഗവാൻ ബ്രഹ്മദേവൻ കണ്ടിട്ട് സ്തുതിക്കുന്നത്. പിന്നെ തന്നെ അടുത്ത പറയുന്ന ബ്രഹ്മാവിനെ ഹയഗ്രീവനായിട്ട് വന്ന് ബ്രഹ്മാവിന്റെ വേദങ്ങളൊക്കെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഹയഗ്രീവനായിട്ട് വന്നിട്ട് ആ വേദത്തെയൊക്കെ തിരിച്ചെടുത്തതായിട്ടും സ്തുതിക്കുന്ന ആ അവതാരത്തെയും പ്രഹ്ലാദൻ സ്തുതിക്കുന്നുണ്ട്. തസ്മൈ ഭവാൻ ഹയശീല തനുവം ച ബിഭ്രൻ വേദദ്രുഹാവതിവരോ മധുകൈടഭാഗ്യോ അദ്വാനയസുതിഗണാം സുതരസ്തമച്ച സത്യം തമപ്രിയതമാം തനുമാമനന്ദി. അങ്ങനെ ഹയഗ്രീവന് ഭഗവാന് വന്നു. അങ്ങനെ ആ ഹയഗ്രീവ അടുത്തത്തെ പ്രഹ്ലാദൻ സ്തുതിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കോനത്ര ദേവില ഗുരോ ഭഗവൻ പ്രയാസ ഉദ്ധാരണേ സംഭവലോപഹേതോഹോ മൂഢേഷു വൈ മഹദനുഗ്രഹ ആർത്തബന്ധോ കിംതേന പ്രിയജയാനനുസേവ. അങ്ങക്ക് ഇവരൊക്കെ പാവപ്പെട്ടവരൊക്കെ മറ്റുള്ളവരൊക്കെ ഞാനാണെങ്കിൽ ഞാൻ ഭഗവാന്റെ ഉപാസകനാണ്, ഭഗവാനെ സ്തുതിക്കുന്നു. പക്ഷെ മൂഢന്മാർക്ക് എന്താ അതിനൊന്നും കഴിവില്ല. അപ്പൊ ഭഗവാൻ അവരെയൊക്കെ രക്ഷിക്കാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയല്ലേ ഭഗവാൻ രക്ഷിക്കേണ്ടതെന്നാണ്. അങ്ങനെ ഭഗവാൻ എല്ലാം സൃഷ്ടിക്കും കാരണമായിട്ടാണ്. പഠിച്ചവരെ ഉദ്ധരിക്കാൻ ഭഗവാൻ ഒരു പ്രയാസമില്ല. പക്ഷെ അങ്ങനെ വൃദ്ധമാനം ചെയ്യുന്നത് ഞങ്ങൾക്ക് സംസാര ക്ലേശമൊന്നുമില്ല. പക്ഷെ മൂഢന്മാർക്ക് എന്താ, അവർക്ക് ഇതിന്റെ മഹത്വമൊന്നും അറിയില്ല. അപ്പൊ അവരെയല്ലേ ഭഗവാൻ രക്ഷിക്കേണ്ടത്. അപ്പൊ അവരെയും കൂടി രക്ഷിക്കണത്. അപ്പൊ പ്രഹ്ലാദന് തന്നെക്കാളും മറ്റുള്ളവരുടെയാണ് കൂടുതൽ ആഗ്രഹം. അവരുടെ എന്താണ് പ്രഹ്ലാദൻ ആലോചിച്ചത്? തൻ്റെ രക്ഷയല്ല, തൻ്റെ ഉന്നതനാണ് ആലോചിച്ച് മറ്റുള്ളവരെ അവരെയും കൂടി ഉദ്ധരിക്കണമല്ലോ ഭഗവാനെ എന്നാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയല്ലാണ്ട് മറ്റുള്ളവർക്ക് നല്ലത് തന്നെയും കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളിൽ കൂടുതൽ സദ്ഗുണമൊക്കെ വരുന്നത്. മുരിമാരൊക്കെ എന്താണ് അവരുടെ ഇതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയാറ്. എനിക്ക് മറ്റുള്ളവരെയും കൂടി ഉന്നമനത്തിന് വേണമെന്ന് പറയാറ്. പിന്നെ നമ്മുടെ സുഖത്തിനെ പറ്റി വേണം. നമുക്ക് ശ്രീസംയോഗം നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങളൊക്കെ എങ്ങനെയാണ്? ചൊറി പിടിച്ചതിന് ചൊറിയ, അപ്പൊ കുറച്ച് സുഖം കിട്ടും. പക്ഷെ അത് കഴിഞ്ഞെന്താ പിന്നെയും ചൊറി കൂടുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള എന്താണ്, അതൊക്കെ തുച്ഛമാണ്. അപ്പൊ അതിനൊക്കെ പറയാണ്ട്
അതുപോലെയാണ് അത് തുച്ഛമാണ്. എനിക്ക് അതൊന്നും വേണ്ട, അത് വേണ്ട. അതുകൊണ്ട് അതിൽ തന്നെ അറിഞ്ഞാലും അവർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ നിന്ന് വിരമിക്കുന്നൊന്നുമില്ല, പിന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഈ സുഖം കിട്ടും, ഈ ഒരു സുഖം കഴിഞ്ഞാൽ അടുത്തയിലേക്ക് പോവാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സുഖമാകും. എവിടെ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ കിട്ടും, വേറൊരു കാരണം വരും, അത് പോകണം. അങ്ങനെയൊക്കെയാണ് തോന്നണേന്ന്. അതൊന്നും എനിക്ക് വേണ്ടാന്ന് പറയുന്നത്. പിന്നെ മൗനം സമാദായ ആപവർഗ്യാഹ പ്രായം പരം പുരുഷേന്ദ്രിയാണാം വാർത്താമവർത്തിതവാംബികാനാം. മൗനം, വ്രതം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുണ്ടല്ലോ, അതൊക്കെ എന്തിനാണ്? നമുക്ക് ഉപാധികളാണെങ്കിലും അത് അതിതേന്ദ്രിയമാർക്ക് അത് നമ്മുടെ ഇതിന് വേണ്ടി, നമ്മുടെ ദേഹത്തിന് വേണ്ടി ഉപകരിക്കും. പക്ഷെ ദാംഭികന്മാർക്ക് എന്താ, അതിനുകൂടി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. നമ്മൾ മൗനം ചെയ്യുന്നത് നമ്മുടെ പൂജാ കാര്യങ്ങളെങ്കിലും വേദാധ്യയനം ചെയ്യണോ അങ്ങനെ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ജയിച്ചവർക്ക് അത് അവരുടെ ഉദരബന്ധത്തിനൊക്കെ അവരുടെ വാകാചാര്യന്മാരൊക്കെ ചെയ്യുന്നില്ല, അതൊക്കെ അവരുടെ ദൈനംദിനത്തിന് സാധാരണ. പക്ഷെ ദാംഭികാരൻ അതിന് അഹങ്കാരം കൊണ്ട് ചെയ്യുന്നവർക്ക് അതിനും കൂടി അതും കിട്ടില്ല. അവർക്ക് വേണ്ട ധനവും കൂടി കിട്ടുന്നുണ്ടാവില്ല എന്ന് പറയുന്നത്. അങ്ങനെ വായു, അഗ്നി, ഭൂമി, ആകാശം, ജലം എന്ന അഞ്ചുഭൂതങ്ങളും അവിടെ തന്മാത്രകളും സ്പർശം, രൂപം, മുഴുവൻ മുതലായാലും അങ്ങനെ തന്നെയാണ്. സഗുണനായിട്ടും വിഗുണനായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. ഹൃദയത്തിൽ ചിത്തമായിട്ടും അഹങ്കാരമായിട്ടും എല്ലാം, അതായത് സ്ഥൂലം സൂക്ഷ്മം മുഴുവനും ഭഗവാനാണ്. നമുക്ക് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും അതിനെ ഗ്രഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അങ്ങനെ അല്ലാതെ ഇവിടെ ലോകത്ത് വേറെ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഈ പൂജകളൊക്കെ അങ്ങനെ പൂജ കർമ്മപ്രതിശരണയോ ശ്രവണം കഥാന സംസേവയാതി ഷടങ്കയാക്കും ഭക്തി പരമഹംസോ വേദ. ഈ 6 ഗുണങ്ങൾ പൂജ, നമസ്കാരം, സ്തോത്രം, സമർപ്പണം അതൊക്കെ ചെയ്യുന്നുണ്ട്. 6 അംഗങ്ങളോട് പരമാർത്ഥ സേവനം കൊണ്ടല്ലാതെ പരമഹംസ പ്രാപിക്കാൻ പറ്റില്ല. പക്ഷെ അതിനെന്ത് വേണം? ഭക്തി വേണം. അതൊക്കെ ചെയ്താലും ഭക്തി ചിലപ്പോൾ ജനിക്കില്ല. നമ്മൾ പൂജയൊക്കെ ചെയ്താലും നമുക്ക് ഭക്തി ജനിക്കുന്നില്ല. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കാരണം എനിക്ക് അങ്ങയുടെ ദാസ്യത്തെ മാത്രം തന്നാൽ മതി, അത് തന്നെ തന്നമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇതൊക്കെയാണ്. അപ്പൊ അതാണ് ഭഗവാൻ പറഞ്ഞ പോലെ ഭഗവാന്റെ മഹിമ വർണ്ണിക്കുമ്പോഴാണ് ഒരാൾ പരിശുദ്ധമായി തീരുന്നത്. നമ്മൾ നോക്കിയാണ് നമ്മൾ തീരുന്നത്. ആ പരിശുദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്ന് ആദ്യമേ പറഞ്ഞു. അതാണ് പറഞ്ഞ പോലെ തന്നെ ലഭിക്കുക, നമുക്ക് ആഗ്രഹിക്കുന്നത് ലഭിക്കാതിരിക്കുക, വേണ്ടാന്ന് ആഗ്രഹിക്കുക, ഒഴിവാക്കില്ല. ഇതാണ് സംസാരിച്ച് സാധിക്കണേ. നമ്മൾ എന്തൊക്കെയോ ആഗ്രഹിക്കും, പക്ഷെ അതൊന്നും കിട്ടില്ല. നമുക്ക് ചില കാര്യങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റും, പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ അതാണ് എനിക്ക് എന്ന് പറയാനുള്ളത്. അതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സ് ഈ വിഷയസുഖങ്ങളിൽ നിന്നും ലഭിക്കരുതേ പറയുന്നത്. എല്ലാ ഈ ഭഗവാന്റെ കീർത്തനപാടി അസുരബാലകന്മാരെയും കൂടി ഭഗവാൻ ഉദ്ധരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെയും കൂടി ഉദ്ധരിക്കണം. എന്നെ മാത്രം പോരാ, അവരെയും കൂടി ഉദ്ധരിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദം പ്രാപിക്കുകയാണ്. എൻ്റെ എല്ലാ അവയവങ്ങളും ഭഗവാൻ പ്രത്യേകമായിട്ട് തീരണമേ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമുക്കും പ്രാർത്ഥിക്കേണ്ടത്. നമുക്കും എല്ലാവർക്കും അത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ഭഗവാന്റെ പാദങ്ങളും ടീച്ചറുടെ പാദങ്ങളും ലഭിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.